أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പരിശുദ്ധ ഖുർആനിലെ 111-ാമത്തെ അധ്യായമായ സൂറത്തുൽ ലഹബിൻ്റെ വിശദീകരണമാണ് കഴിഞ്ഞ ദർസിൽ ചർച്ച ചെയ്തത്. അതിൻ്റെ തന്നെ തുടർഭാഗമാണ് ഇന്നത്തെ ദർസിലും നാം ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ സൂറത്ത് അവതരിക്കാനുണ്ടായിരുന്ന കാരണത്തെ സംബന്ധിച്ച് വിവിധ തഫ്സീറുകളിൽ വ്യത്യസ്ത റിവായത്തുകൾ വിവരിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ആദ്യത്തെ റിവായത്ത് ഹദ്റത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ളതാണ്. അദ്ദേഹം പറയുന്നു, ഇസ്ലാമിൻ്റെ ആദ്യകാലങ്ങളിൽ, അതായത് ആദ്യത്തെ 3 വർഷം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ദൗത്യം വളരെ രഹസ്യമായി ആണ് അനുഷ്ഠിച്ചിരുന്നത്. ഇസ്ലാമിൻ്റെ വളരെ തുറന്നുള്ള പ്രചരണം അന്ന് നടന്നിട്ടില്ല. അങ്ങനെയുള്ള ആ ഒരു സന്ദർഭത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ആയത്ത് ഇറക്കുന്നത്. പറയുന്നു, വഅൻസിർ അശീറതകൽ അഖ്റബീൻ, അതായത് നിന്റെ അടുത്ത ബന്ധുക്കൾക്ക് താക്കീത് നൽകുക എന്ന വചനം അവതരിക്കുന്നത്. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഫാ മലയിൽ കയറി തൻ്റെ വളരെ അടുത്ത ഗോത്രക്കാരെ വിളിക്കാൻ തുടങ്ങി. അതിൽ ആദ്യമായി വിളിച്ചത് ഗാലിബ് കുടുംബാംഗങ്ങളെയാണ്. അവർ മസ്ജിദ് ഹറാമിൽ നിന്ന് പുറത്തോട്ട് വരികയുണ്ടായി. അപ്പോൾ അബൂ ലഹബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, ഇതാ ഗാലിബ് കുടുംബം വന്നിരിക്കുന്നു, ഇനി എന്താണ് നിന്റെ ഉദ്ദേശമെന്ന് നീ പറയുക. എന്നാൽ അബൂ ലഹബിൻ്റെ ഈ വാക്കുകൾക്ക് ശ്രദ്ധ നൽകാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലുവൈ ഗോത്രത്തിലെ ആളുകളെ വിളിച്ചു. അങ്ങനെ അവരും വരികയുണ്ടായി. വീണ്ടും അബൂ ലഹബ് പറയുകയുണ്ടായി, ഇതാ ഇപ്പോൾ ലുവൈ ഗോത്രക്കാരും വന്നിരിക്കുന്നു, ഇനി എന്താണ് നീ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുക. അപ്പോഴും അബൂ ലഹബിൻ്റെ ആ വാക്കുകൾക്ക് ശ്രദ്ധ നൽകാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുർറ ഗോത്രക്കാരെ വിളിക്കുകയുണ്ടായി. അങ്ങനെ അവരും അവിടെ എത്തിച്ചേരുകയുണ്ടായി. അതിനുശേഷം കിലാബിൻ കുടുംബത്തെയും അതുപോലെ തന്നെ ഖുസ്സ കുടുംബത്തിനെയും വിളിക്കുകയുണ്ടായി. അങ്ങനെ എല്ലാവരും എത്തിച്ചേർന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയുണ്ടായി, വരാനിരിക്കുന്ന ശിക്ഷയെക്കുറിച്ച് എൻ്റെ ബന്ധുക്കൾക്ക് മുന്നറിയിപ്പ് നൽകാൻ അല്ലാഹു തആല എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എൻ്റെ ബന്ധുക്കളാണ്, അതിനാൽ നിങ്ങൾ ഓർത്തിരിക്കണം, നിങ്ങൾ അള്ളാഹുവിൻ്റെ ഏകദൈവത്വം അംഗീകരിച്ച് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നില്ലെങ്കിൽ ഈ ലോകത്തിലോ പരലോകത്തിലോ നിങ്ങൾക്ക് ഒന്നും ഉറപ്പു നൽകാൻ എനിക്ക് കഴിയില്ലെന്ന് നിങ്ങൾ ഓർക്കണം. ഇത് കേട്ട് അബൂ ലഹബ് വളരെ കോപത്തോടെ പറഞ്ഞു, തബ്ബൻ ലക, അതായത് അയാൾ വളരെ കോപത്തോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറയുകയാണ്, നൗസുബില്ലാ, നിനക്ക് നാശമുണ്ടാകട്ടെ എന്ന്. തുടർന്ന് ഇങ്ങനെയും ചോദിക്കുകയുണ്ടായി, അതായത് നീ നമ്മളെ ഈ ഒരു ആവശ്യത്തിനാണോ വിളിച്ചു വരുത്തിയത് എന്ന്. അബൂ ലഹബിൻ്റെ ഈ പ്രതികരണത്തിന് ഉത്തരമായിട്ടാണ് സൂറത്തുൽ ലഹബ് ഇറങ്ങിയതായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഈ റിവായത്തിൽ പറയുന്നത്. അതുപോലെ തന്നെ ഇത് സംബന്ധമായി മറ്റൊരു റിവായത്തും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുണ്ട്. അതിൽ ഇങ്ങനെയാണ് പറയുന്നത്, വഅൻസിർ അശീറതകൽ അഖ്റബീൻ എന്ന ആയത്ത് ഇറങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഫാ കുന്നിൻ മുകളിൽ കയറി അറേബ്യയിലെ വിവിധ ഗോത്രങ്ങളെ വിളിക്കാൻ തുടങ്ങി. ഏതുവരെ എന്നാൽ ആളുകൾ സഫാ പർവ്വതത്തിലെത്തി. സ്വയം വരാൻ കഴിയാത്തവർ തൻ്റെ ദൂതരെ അയക്കുകയുണ്ടായി. അങ്ങനെ അവരും വിളിച്ചതിനുള്ള കാരണം അറിയാൻ ശ്രമിക്കുകയുണ്ടായി. അങ്ങനെ ആ ഒരു അവസരത്തിൽ അവിടെ ഖുറൈശ് ഗോത്രവും അബൂ ലഹബും എത്തുകയുണ്ടായി. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അല്ലയോ ജനങ്ങളെ, ഈ പർവ്വതത്തിനപ്പുറമുള്ള താഴ്വരയിൽ രാത്രിയിൽ നിങ്ങളെ കൊല്ലാൻ ആഗ്രഹിക്കുന്ന ഒരു സൈന്യം ഒളിഞ്ഞിരിക്കുന്നതായി ഞാൻ നിങ്ങൾക്ക് വാർത്ത നൽകിയാൽ അപ്പോൾ നിങ്ങൾ എന്നെ വിശ്വസിക്കുമോ? ആളുകൾ പറഞ്ഞു, എന്തുകൊണ്ട് പാടില്ല, നിങ്ങൾ എപ്പോഴും സത്യം പറയുക എന്നത് ഞങ്ങളുടെ അനുഭവമാണ്. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നാൽ കേട്ടുകൊള്ളുക, ഞാൻ നിങ്ങൾക്ക് ഒരു സുപ്രധാന വാർത്ത കേൾപ്പിക്കാൻ പോവുകയാണ്. അള്ളാഹു എന്നെ ഒരു ദൂതനായി അയച്ചിരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വരാനിരിക്കുന്ന ശിക്ഷയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നു. ഇത് കേട്ടപ്പോൾ അബൂ ലഹബ് കോപിഷ്ഠനായിക്കൊണ്ട് ഇങ്ങനെ പറയുകയുണ്ടായി, തബ്ബൻ ലക, ഏ മുഹമ്മദ്, നൗസുബില്ലാ, നിനക്ക് നാശമുണ്ടാകട്ടെ. ഈ ഒരു നിസ്സാര കാര്യത്തിനാണോ നീ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയത്? ചില റിവായത്ത് പ്രകാരം അബൂ ലഹബ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെ കല്ലെറിയാനും ആഗ്രഹിച്ചിരുന്നതായി പറയപ്പെടുന്നു. അതുകൊണ്ടാണ്
അബൂലഹബിൻ്റെ ഇരുകൈകളും നശിച്ചു പോകട്ടെ എന്നുള്ള ആയത്ത് ഇറങ്ങിയത് എന്ന് പറയപ്പെടുന്നു. ഈ 2 റിവായത്തുകളാണ് സൂറത്തുൽ ലഹബിൻ്റെ അവതരിക്കാനുണ്ടായ കാരണത്തെ സംബന്ധിച്ച് പറയപ്പെടാറുള്ളത്. എന്നാൽ ഇവിടെ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം, ഈ ആയത്തുകളുടെ അവതരണത്തെ സംബന്ധിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് യാതൊന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല എന്നത് ഓർമ്മിക്കേണ്ടതാണ്. സ്വഹാബാക്കളിൽ നിന്നുള്ള റിവായത്ത് മാത്രമാണ് ഇതിനുള്ളത്. എന്നാൽ ചില സമയങ്ങളിൽ അവ തമ്മിൽ വ്യത്യാസമുണ്ടാവാറുണ്ട്. ഒരു ആയത്ത് അവതരിച്ചതിൻ്റെ പല കാരണങ്ങളും വിശദീകരിക്കുന്നു. ഈ സൂറത്തിൻ്റെ അവതരണത്തിൻ്റെ കാരണവും ഹദ്റത്ത് ഇബ്നു അബ്ബാസിൻ്റെത് മാത്രമാണ്. തഫ്സീറിൽ അദ്ദേഹമല്ലാതെ മറ്റാരും ഈ സൂറത്തുമായി ബന്ധപ്പെട്ട് ഒരു റിവായത്തും രേഖപ്പെടുത്തിയിട്ടില്ല. ഈ സൂറത്ത് അവതരിച്ചത് വളരെ ആദ്യ കാലഘട്ടത്തിലായിരുന്നു. ആ കാലഘട്ടത്തിലെ സ്വഹാബാക്കളിൽ വലിയ പ്രാധാന്യമുള്ളവരായിരുന്ന ഹദ്റത്ത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവും അതുപോലെ തന്നെ ഹദ്റത്ത് അലി റളിയല്ലാഹു തആല അൻഹുവും ഇതിനെക്കുറിച്ച് യാതൊരു റിവായത്തും രേഖപ്പെടുത്തിയിട്ടില്ല. ഹദ്റത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ആണെങ്കിൽ ആ സമയത്ത്, അതായത് ആ സൂറത്തിൻ്റെ അവതരണ സമയത്ത് ജനിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. പിന്നീട് മദീനയിൽ എത്തിയ ശേഷമാണ് പ്രബുദ്ധത നേടിയതും. അതുകൊണ്ട് തന്നെ മക്കി സൂറത്തുകളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അറിവ് കേട്ടുകേൾവി മാത്രമാണ്. ഈ ഒരു സാഹചര്യത്തിൽ സൂറത്തുൽ ലഹബിൻ്റെ ഷാന് നുസൂലിനെ സംബന്ധിച്ച്, അതായത് അതിൻ്റെ അവതരണത്തിനുള്ള കാരണത്തെ സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഉറപ്പായതാണ് എന്ന് നമുക്ക് പറയാനാകില്ല. തീർച്ചയായും പരിശുദ്ധ ഖുർആനിൻ്റെ ഓരോ സൂറത്തും ആദ്യം അതിൻ്റെ അർത്ഥതലത്തിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അവരുടെ കാലത്തുള്ള ആളുകളോടുമാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ മുൻ സൂറത്തുകളിൽ സൂചിപ്പിച്ചിരുന്നതുപോലെ അവസാനത്തെ കുറച്ച് സൂറത്തുകളുടെ ക്രമം ഇങ്ങനെയാണ്. ഒരു സൂറത്ത് പ്രധാനമായും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലത്തേക്ക് ശ്രദ്ധ തിരിക്കുന്നതാണ്. പിന്നെയുള്ള രണ്ടാമത്തെ സൂറത്ത് അവസാന കാലഘട്ടത്തിലേക്കാണ് കൂടുതൽ ശ്രദ്ധ നൽകുന്നത്. ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, നമ്മുടെ ക്രമപ്രകാരം സൂറത്തുൽ ലഹബ് കൂടുതൽ അവസാന കാലഘട്ടത്തിലേക്കാണ് ശ്രദ്ധിക്കുന്നത്. കാരണം സൂറത്തുൽ ലഹബിൻ്റെ മുൻപുള്ള സൂറത്ത്, അതായത് സൂറത്തുൽ നസറിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലവുമായി നേരിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം അടുത്ത ദർസിൽ കേൾപ്പിക്കുന്നതായിരിക്കും. ജസാക്കുമുല്ലാഹു വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.